ഇങ്ങനെ തുടങ്ങിയ വാർത്തകൾ നിരവധിയാണ്. പ്രധാന തലക്കെട്ടുകളോടെ തുടങ്ങാം. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ശബരിമല സ്വർണ്ണ കവർച്ചയിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ. പുതിയ കണ്ടെത്തലുകളും അറസ്റ്റ് വിവരങ്ങളും SIT കോടതിയെ അറിയിക്കും. ദിണ്ടിഗലിലെ വ്യാപാരി ഡി മണിയെ ഇന്ന് ചോദ്യം ചെയ്തേക്കും. ഗോവർദ്ധന്റെയും പങ്കജ് ഭണ്ഡാരിയുടെയും കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും കുട്ടികളടക്കം 13 പേർക്ക് പരിക്ക്. പരിപാടി കാണാൻ റെയിൽവേ പാളം മുറിച്ചു കടക്കവേ ട്രെയിൻ തട്ടി യുവാവും മരിച്ചു. പരിപാടിയിൽ 25,000-ത്തിലധികം പേർ എത്തിയെന്ന് പോലീസ്. അപകടം കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിൽ നടന്ന പരിപാടിക്കിടെ. പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷ തിരഞ്ഞെടുപ്പ് അവസാനിച്ചിട്ടും വിവാദങ്ങൾ ഒടുങ്ങാതെ തൃശൂർ. DCC എക്സിക്യൂട്ടീവ് അംഗം വർഗീസിനെതിരെ അച്ചടക്ക നടപടിയുമായി കോൺഗ്രസ്. വർഗീസിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്ന് DCC. നടപടി ചൊവ്വന്നൂർ പഞ്ചായത്തിലെ SDPI പിന്തുണയിൽ. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് മേൽശാന്തി ഡി പ്രസാദ് നട തുറക്കും. മകരവിളക്ക് ആഘോഷം ജനുവരി 24-ന്. വ്യൂ പോയിന്റുകളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ജനുവരി 20 വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി. ബംഗളൂരുവിലെ യലഹങ്കരയിൽ കുടിയൊഴിപ്പിക്കൽപ്പെട്ടവർക്ക് ഫ്ളാറ്റുകൾ സൗജന്യമായി കൈമാറില്ല. 11 ലക്ഷത്തിന്റെ ഫ്ളാറ്റുകൾ നൽകുക 5 ലക്ഷം രൂപയ്ക്ക്. അർഹരായവരെ കണ്ടെത്താൻ സ്ഥലം MLAയുടെ നേതൃത്വത്തിൽ സമിതി. കണ്ടെത്തുന്നവർക്ക് ജനുവരി 1-ന് ഫ്ളാറ്റുകൾ കൈമാറും. തീരുമാനം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിളിച്ച യോഗത്തിൽ. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ഇറങ്ങുന്നത് ഇതുവരെ ഒരു മത്സരവും തോൽക്കാതെ. ആശ്വാസ ജയം തേടി ശ്രീലങ്ക.